സ്കിന്നിനകത്തുണ്ടാവുന്ന ഡെഡ് കോശങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതേപോലെ പീല് ചെയ്ത് മാറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. കൂട്ടുകാരെ, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, ടാന്, റിങ്കിൾസ്, ഓപ്പൺ പോഴ്സ് എന്നിവയെല്ലാം മാറ്റി സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കും. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്ഫടികക്കാര പൗഡറാണ്. ഇത് നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം സ്ഫടികക്കാര പൗഡർ വേണ്ടതാണ്. ഇത് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാം, അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിലൊക്കെ നമുക്ക് ഈ സ്ഫടികക്കാര പൗഡർ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സ്ഫടികക്കാര പൗഡറിൽ നിന്ന് സാധിക്കും. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തത് 1 ടേബിൾ സ്പൂൺ ക്ലേ പൗഡറാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ക്ലേ പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും നീക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കി വെക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയായിട്ടുള്ള ഗ്രീൻ ടീ ആണ് നമ്മൾ ചേർക്കുന്നത്. ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെയാണ് അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, ടാനൊക്കെ തുടച്ചു മാറ്റുന്നത്. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടാണ് വേണ്ടത്. ഇവിടെ എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിലും നിങ്ങൾ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. 1 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് കഴുകി നോക്ക്. സ്കിന്നിൽ നിന്ന് എന്താണ് പ്രശ്നമുള്ളത് അതെല്ലാം മാറ്റി സ്കിൻ നല്ല തിളക്കം വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ മാറ്റം എന്നെ പോലും ഞെട്ടിച്ച്. സ്കിൻ നല്ല പോലെ തിളക്കം വെച്ചിട്ടുണ്ട്. ഒരു തുണിയും കൂടി ഉപയോഗിച്ച് ഞാൻ തുടച്ചിട്ടുമുണ്ട്. നിങ്ങൾ മാറ്റം കണ്ടോ? ഇത് ഡെയിലി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണേ. ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ.